തേർഡ് സെമസ്റ്റർ മൈക്രോ എക്കണോമിക്സിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നത് പ്രൈസ് ഡിറ്റർമിനേഷൻ ഇൻ മാർക്കറ്റ് പീരീഡ് ആയിരുന്നു. ഇന്ന് ഷോർട്ട് റൺ ഇക്വിലിബ്രിയം ഓഫ് ദ ഫേം എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അതിൽ രണ്ട് അപ്രോച്ച് ഉണ്ട്, ടോട്ടൽ അപ്രോച്ചും അതുപോലെ മാർജിനൽ കോസ്റ്റ് ആൻഡ് മാർജിനൽ റവന്യൂ അപ്രോച്ചും. ഓക്കെ, അതായത് MCMR അപ്രോച്ച്. അപ്പോൾ ഇന്ന് ടോട്ടൽ അപ്രോച്ചിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം, പെർഫെക്റ്റ് കോമ്പറ്റീഷനിലെ ഓരോ ഫേമിൻ്റെയും ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് മാക്സിമൈസേഷനാണ്. ഇപ്പോൾ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ടോട്ടൽ റവന്യൂ ആൻഡ് ടോട്ടൽ കോസ്റ്റ്. ടോട്ടൽ റവന്യൂവും ടോട്ടൽ കോസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് ആണ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അതായത് പൈ ഈസ് ഈക്വൽ ടു TR മൈനസ് TC. അപ്പോൾ ഫേമിൻ്റെ ഒബ്ജക്റ്റീവ് എന്തായിരിക്കും? TRും TCയും തമ്മിലുള്ള ഡിഫറൻസ് മാക്സിമത്തിൽ എത്തിക്കുക എന്നുള്ളതായിരിക്കും. അതാണല്ലോ പ്രോഫിറ്റ്. അപ്പോൾ ഈ ഒരു സംഭവം, ഈ ഒരു പറഞ്ഞിട്ടുള്ള കാര്യം ഒരു ഡയഗ്രാമാറ്റിക് എക്സ്പ്ലനേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ടോട്ടൽ അപ്രോച്ച് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ളതാണ് ടോട്ടൽ അപ്രോച്ചിൽ എങ്ങനെയാണ് ഒരു ഫേം ഇക്വിലിബ്രിയത്തിൽ എത്തുന്നത് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള കർവ്. ഇപ്പോൾ ഈ ഒരു കർവിൽ എക്സ് ആക്സിസിൽ ഔട്ട്പുട്ടും വൈ ആക്സിസിൽ റവന്യൂ അല്ലെങ്കിൽ കോസ്റ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ തന്നിട്ടുള്ള കർവ് TC TR കർവ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ TR കർവ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ സ്ട്രൈറ്റ് ലൈൻ അല്ലേ? ഈ ഒരു ഡയഗ്രത്തിൽ TR കർവ് ഈസ് എ സ്ട്രൈറ്റ് ലൈൻ. ഇറ്റ് ഈസ് ബിഗിനിങ് ഫ്രം ദി ഒറിജിൻ. അതെന്താ കാണിക്കുന്നത്? പ്രൈസ് ഈസ് കോൺസ്റ്റൻറ്റ് അറ്റ് ഓൾ ലെവൽസ് ഓഫ് ഔട്ട്പുട്ടും. എല്ലാ ലെവൽസ് ഓഫ് ഔട്ട്പുട്ട് ആണെന്നുണ്ടെങ്കിലും അവിടെ പ്രൈസ് എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. മാർക്കറ്റ് പ്രൈസ് കോൺസ്റ്റൻ്റ് ആവുന്നത് എന്തുകൊണ്ടാണ്? നമുക്കറിയാം, പെർഫെക്റ്റ് കോമ്പറ്റീഷനിലെ ഫേം എന്ന് പറയുന്നത് പ്രൈസ് ടേക്കറാണ്. ഇപ്പോൾ ഇൻഡിവിജ്വൽ ഫേംസൊക്കെ എന്താ ചെയ്യുന്നത്? മാർക്കറ്റ് പ്രൈസ് ആക്സെപ്റ്റ് ചെയ്തിട്ട് ആ ഒരു മാർക്കറ്റ് പ്രൈസിൽ അവരുടെ ഔട്ട്പുട്ട് എന്ത് ചെയ്യുന്നു? പ്രൊഡ്യൂസ് ചെയ്ത് വിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഫേം ഇക്വിലിബ്രിയത്തിൽ എത്തുന്നത് വെൻ ഇറ്റ് പ്രൊഡ്യൂസസ് ഔട്ട്പുട്ട് ദാറ്റ് മാക്സിമൈസസ് വേർട്ടിക്കൽ ഡിസ്റ്റൻസസ് ബിറ്റ്വീൻ ടോട്ടൽ റവന്യൂ ആൻഡ് ടോട്ടൽ കോസ്റ്റ്. ടോട്ടൽ റവന്യൂ ടോട്ടൽ കോസ്റ്റും തമ്മിലുള്ള വേർട്ടിക്കൽ ഡിസ്റ്റൻസ് മാക്സിമം എത്തുന്ന പോയിന്റിൽ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴാണ് ഫേം എന്ത് ചെയ്യുന്നത്? ഇക്വിലിബ്രിയത്തിൽ എത്തുന്നത്. ഒന്ന് ഓർത്ത് വെക്കുക, ടോട്ടൽ കോസ്റ്റും ടോട്ടൽ റവന്യൂ തമ്മിലുള്ള ഡിഫറൻസ് അല്ല, TR മൈനസ് TC എന്ന് പറയുന്നത് മാക്സിമത്തിൽ എത്തുമ്പോഴാണ് ഫേം എന്ത് ചെയ്യുന്നത്? ഇക്വിലിബ്രിയത്തിൽ എത്തുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് TC കർവും അതേപോലെ TR കർവും തന്നിട്ടുണ്ട്. ഇവിടെ പ്രോഫിറ്റ് മാക്സിമൈസിങ് ലെവൽ ഓഫ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്താണ്? Q ആണ് അല്ലേ? ഈ ഡിഫറൻസ് ആണ് ഈ ഒരു ഡയഗ്രത്തിൽ കൂടുതലായിട്ട് പറയുന്നത്. TR മൈനസ് TC എന്ന് പറയുന്നതാണ് എന്ത് പറയുന്നത്? TR മൈനസ് TC ആണ് പ്രോഫിറ്റ്. ഈ ഒരു പോയിന്റിൽ ഔട്ട്പുട്ട് Qയിലാണ് എന്ത്? TR മൈനസ് TC എന്ന് പറയുന്നത് മാക്സിമം എന്ന് പറയുന്നത്. ഈ Qയിൽ നിന്ന് അപ്പുറത്തേക്കോ ഇപ്പുറത്തേക്കോ പോകുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇറ്റ് വിൽ റെഡ്യൂസ് ദ എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് ഏൺ ബൈ ദി ഫേം ഏൺ ചെയ്തിട്ടുള്ള പ്രോഫിറ്റ് റെഡ്യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഇപ്പോൾ ഇവിടെ ഈ കർവിൽ O തൊട്ട് Q1 വരെ, O തൊട്ട് Q1 എന്ന് പറയുന്ന ഔട്ട്പുട്ട് ലെവൽ വരെ എന്താണ്? TC എന്ന് പറയുന്ന TC കർവാണ് TR കർവിനേക്കാളും മുകളിൽ നിൽക്കുന്നത്. ഓക്കെ, ഇനി Q1 തൊട്ടിട്ട് Q3 വരെ ഏത് കർവാണ്? TR കർവാണ് മുകളിൽ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഈ ഒരു Q1 തൊട്ടിട്ട് Q3 വരെയുള്ള ഔട്ട്പുട്ടിൽ എന്താണ്? പ്രോഫിറ്റ് ഉണ്ട് അല്ലെ? പ്രോഫിറ്റ് എന്ന് പറയുന്നത് പോസിറ്റീവാണ്. ഇനി Q3യുടെ അപ്പുറത്തേക്ക് പോകുമ്പോഴെന്താണ്? TC കർവ് വീണ്ടും മുകളിൽ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ വീണ്ടും ലോസ് ആവുന്നുണ്ട്. TC ടോട്ടൽ കോസ്റ്റ് കൂടുതലാകുമെന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ ലോസ് ആണെന്നുള്ള അർത്ഥം. ഇനി Q1 എന്ന് പറയുന്ന പോയിന്റും അതേപോലെ Q3 എന്ന് പറയുന്ന പോയിന്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഔട്ട്പുട്ട് പോയിന്റിൽ TC TR എന്താണ്? ഈക്വലാണ് അല്ലേ? TC TRും ഈക്വലാണ്. അപ്പോൾ അവിടെ എന്തില്ല? പ്രോഫിറ്റ് ഇല്ല. ഓക്കെ, സോ അറ്റ് ഔട്ട്പുട്ട് Q1 ആൻഡ് Q3 TR ഈസ് ഈക്വൽ ടു TC. അതുകൊണ്ട് തന്നെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഇനി Q1ന് ലെസ് ദാൻ ആണെന്നുണ്ടെങ്കിൽ അതേപോലെ Q3യുടെ ഗ്രേറ്റർ ദാൻ ആണെന്നുണ്ടെങ്കിലും പ്രോഫിറ്റ് എന്ന് പറയുന്നത് നെഗറ്റീവാണ്. നമ്മൾ പറഞ്ഞു അവിടെ TC ഗ്രേറ്റർ ദാൻ TR ആണ്. അപ്പോൾ ഇതിൽ കാര്യങ്ങളൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു അല്ലേ? ഇനി ഇവിടെ മാക്സിമം ലോസ് എന്ന് പറയുന്ന ഒരു പോയിന്റ് കൂടെ കൊടുത്തിട്ടുണ്ട്. അവിടെ TCയും TRും തമ്മിൽ ഡിഫറൻസ്, TC ഗ്രേറ്റർ ദാൻ TR ആണ് ഈ ഭാഗത്തൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ മാക്സിമം ഡിസ്റ്റൻസ് ഉള്ളത് ഈ ഒരു പോയിന്റിലാണ്, ഔട്ട്പുട്ട് Q4ലാണ്. അതുകൊണ്ട് തന്നെ അത് മാക്സിമം ലോസ് വരുന്ന
ഔട്ട്പുട്ട് ലെവലായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഡയഗ്രത്തിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ പ്രോഫിറ്റ് മാക്സിമം എത്തുന്ന പോയിന്റ് എന്ന് പറയുന്നത് ക്യൂ ആണ്. അവിടെ TR ഗ്രേറ്റർ ദാൻ TC ആണ്. ഓക്കെ, അവിടെ മാക്സിമം എന്തുണ്ടാവും, പ്രോഫിറ്റ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു പ്രോഫിറ്റ് മാക്സിമൈസിങ് ഫേം ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ പ്രൊഡ്യൂസ് അറ്റ് ദ ലെവൽ ഓഫ് ഔട്ട്പുട്ട് അറ്റ് വിച്ച് ദ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ TR ആൻഡ് TC കർവ്സ് ഈസ് ഗ്രേറ്റസ്റ്റ്. ഒരു പ്രോഫിറ്റ് മാക്സിമൈസിങ് ഫേം ആണെന്നുണ്ടെങ്കിൽ അത് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എവിടെയാണ്, TRഉം TCയും തമ്മിലുള്ള ഡിഫറൻസ് കൂടുതലാകുന്ന ഒരു ഔട്ട്പുട്ട് ലെവലായിരിക്കും. അപ്പോൾ ഈ ഒരു ഡയഗ്രത്തിൽ നമ്മൾ പറഞ്ഞിരുന്നു ക്യൂ എന്ന് പറയുന്ന പോയിന്റിലാണ് എന്ത് ചെയ്യുന്നത്, ഒരു പ്രോഫിറ്റ് മാക്സിമൈസിങ് ഫേം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ക്യൂ എന്ന് പറയുന്ന പോയിന്റിൽ TCയുടെയും TRൻ്റെയും സ്ലോപ്പ് ഈക്വൽ ആയിരിക്കും. TCയുടെ സ്ലോപ്പ് MC-യും TRൻ്റെ സ്ലോപ്പ് MR ആയതുകൊണ്ട് തന്നെ MC ഈസ് ഈക്വൽ ടു MR വരുന്ന പോയിന്റിലായിരിക്കും ഒരു പ്രോഫിറ്റ് മാക്സിമൈസിങ് ഫേം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അല്ലെങ്കിൽ നമുക്കറിയാം ഒരു പെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് ഫേം പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുന്നത് എവിടെയാണ്, ഏത് ഔട്ട്പുട്ട് ലെവലിലാണ്, ഒരു അഡീഷണൽ പ്രൊഡക്റ്റ്, ഒരു അഡീഷണൽ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കോസ്റ്റ് അതിൻ്റെ പ്രൈസിന് ഈക്വൽ ആകുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ഒരു പ്രോഫിറ്റ് മാക്സിമൈസിങ് ഫേം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ ഓർത്ത് വെക്കേണ്ടത് കേട്ടോ. എന്താണ് പ്രോഫിറ്റ് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക, ഈ ഒരു ഡയഗ്രാം കൂടെ എക്സ്പ്ലെയിൻ ചെയ്താൽ ഷോർട്ട് റൺ ഇക്വിലിബ്രിയം ഓഫ് ദി ഫേം ടോട്ടൽ അപ്രോച്ചിൽ കംപ്ലീറ്റ് ആവും. ഓക്കെ, ദാറ്റ്സ് ഓൾ.